Again welcome back to Axonus Learning online classes. So നമ്മളിപ്പോൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ നമ്മുടെ സോഷ്യോളജീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോരാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സിൽ കൂടിയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്ലാസ്സുകളും കൂടിയായിട്ട് കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോവാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 69/May/4 എന്ന് പറയുന്ന ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ്? സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ ആണല്ലോ? നിങ്ങൾ ഓക്കെ അല്ലേ? നമ്മൾ സെറ്റാണ്, നിങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ക്ലാസ് കണ്ടിന്യൂ ചെയ്തൂടെ? ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കിക്കൂടെ? ബാക്കി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നോക്കിക്കൂടെ? റിലേറ്റഡ് ഫാക്ട്സ് നോക്കിക്കൂടെ? എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കിക്കൂടെ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. സോ നമ്മളതിൽ ഇനി ഒരു ബി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ബി ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ വേരിയസ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഷെഡ്യൂൾഡ് ട്രൈബ്സ്? ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ നേരിടുന്ന പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്ന പ്രോബ്ലംസും. ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ആയാലും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ആയാലും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ടും എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. സോ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്? ഈ ആദിവാസി സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന ചില ട്രൈബുകളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ലൂസിങ് ലാൻഡ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ലാൻഡാണ്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ലാൻഡാണ്. ഈ ലാൻഡ് എന്തിനാണ്? അവർക്ക് കൃഷിയാണ് അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാൻഡ് ലോസ് ചെയ്യുന്നത്, ലാൻഡ് പോകുന്നത് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എങ്ങനെയാണ് ഈ ലാൻഡ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Tribal land have been taken away for things like building roads, റോഡുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെയിൽവേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ് ഓഫീസുകളും ഗവൺമെൻറ്റിൻ്റെ വേറെ പ്രൊജക്റ്റുകൾക്കും വേണ്ടിയിട്ട്, ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട്, മേജർ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇന്നൊക്കെ കാട്ടിലൊക്കെ കുറേ റിസോർട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ട്രൈബൽ പീപ്പിൾസിനെ, ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ലാൻഡ് അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്നു, എന്നിട്ട് തുച്ഛമായിട്ടുള്ള വേറെ ഏതെങ്കിലും ലാൻഡ് കൊടുക്കുന്നു. അപ്പോൾ പക്ഷെ അവർക്ക് അവരുടെ കൃഷി ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇതിൽ ജീവിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവർക്ക് അത് എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയൊരു പ്രോബ്ലമാണ്, അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം തന്നെ ആണ്. ഓക്കെ, നോൺ ട്രൈബൽ പീപ്പിൾ ഹാവ് ബോട്ട് ദെയർ ലാൻഡ്സ്. അതുപോലെ നോൺ ട്രൈബൽ അല്ലാത്ത ആളുകളും അവരുടെ ലാൻഡുകൾ എന്ത് ചെയ്യാറുണ്ട്, പൈസക്ക് വാങ്ങാറുണ്ട്. കൂടാതെ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ക്യാഷ് കടം വാങ്ങുന്നു, തിരിച്ചടക്കാനാകാതെ അവരുടെ ലാൻഡ് പോകുന്നു. ഇതൊക്കെ എന്തിന് കാരണമാണ്? ഇതൊക്കെ എന്താണ്? അവരുടെ പ്രോബ്ലംസ് ആണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും ചിലതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടറാണ്. ഡെപ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഉണ്ടായിരിക്കും, ഷെഡ്യൂൾഡ് ട്രൈബ്സിനും ഉണ്ടായിരിക്കും. കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എന്താണ് ഈ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കടം എടുക്കുന്നതാണ്, കടം വാങ്ങുന്നതാണ്. അങ്ങനെയാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആവുന്നത് തന്നെ ആണല്ലോ. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആൻഡ് ബോണ്ടഡ് ലേബർ. ബോണ്ടഡ് ലേബർ ആണ് നമ്മൾ എന്താ പറയുന്നത്, ഫോഴ്സ്ഡ് ലേബർ എന്നുള്ളതുകൊണ്ട് നിർബന്ധിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. എന്നാൽ അവർക്ക് ശരിക്കും ക്യാഷ് കൊടുക്കോ, ശരിക്കും അവർക്ക് വേജ് കൊടുക്കോ? ഇല്ല. അവർക്ക് എന്തെങ്കിലും തുച്ഛമായിട്ടുള്ള കൊടുത്തിട്ട് നിർബന്ധിപ്പിച്ച് അവരെ പണിയെടുക്കുക. കാരണം അവർക്ക് എന്താണ്, അവർക്ക് പ്രിവിലേജ് ഇല്ല, ഒരു തരത്തിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ല. അതുകൊണ്ട് തന്നെ വി ആർ എക്സ്പ്ലോയിറ്റിംഗ് ദം. നമ്മൾ അവരെന്ത് ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദി ഷെഡ്യൂൾഡ് ട്രൈബ്. അത് ഷെഡ്യൂൾഡ് ട്രൈബുകൾ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, മെനി ട്രൈബൽ വർക്കേഴ്സ് ഏൺ ഓൺലി ഡെയിലി വേജസ്. അവർ കാര്യമായിട്ട് എന്താണ്, ഡെയിലി വേജസ് ആണ് അധിക ഷെഡ്യൂൾഡ് ട്രൈബ്സിനും. ഇന്ന് കുറേ മാറ്റം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സ്, എഡ്യൂക്കേഷൻ അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, റിസർവ് ചെയ്തിട്ടുള്ള കുറച്ച് സീറ്റുകൾ ഉണ്ടാവും കോളേജുകളിലും സ്കൂളിലൊക്കെ. ആ ഒരു ഇതിൽ അവർ വന്നിട്ട്, സ്കൂൾ നമുക്ക് പിന്നെ കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണല്ലോ. കോളേജ് ഹയർ എഡ്യൂക്കേഷനിൽ നമുക്ക് എന്തുണ്ട്, അവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കും അവിടെ ആ ഒരു സീറ്റിൽ അവർക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കുള്ളൂ. അങ്ങനെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ എന്താണ്, ചിലപ്പോൾ അവർ നല്ല നിലയിലെത്തി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി വേജ് അല്ലാത്ത ജോലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ്. ഇപ്പം നമുക്ക് കളക്ടർ വരെ ഉണ്ട്, എന്ത്, ഷെഡ്യൂൾഡ്
ട്രൈബിൽ പെട്ടിട്ടുള്ള കളക്ടർ വരെ നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെ ദ്രൗപദി മുർമു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മിനിസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഏതാണ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, അത് കറക്റ്റായിട്ട് അവർക്ക് എത്തുന്നില്ല. അതിൽ വരെ എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, സോ വിച്ച് ആർ ജസ്റ്റ് ഇനഫ് ടു സർവൈവ്, അതായത് അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ഡെയിലി വേജ് ലേബർ മാത്രമാണ് അവർക്കുള്ളത്. ദേ ഓഫൺ നീഡ് ടു ടേക്ക് ലോൺസ് ഫ്രം മണി ലെൻഡേഴ്സ്. അവർ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് വാങ്ങുന്നു, ക്യാഷ് കടം വാങ്ങുന്നു. ആൻഡ് അത് തിരിച്ചടക്കാൻ കഴിയാവുന്നു, ആ ലോൺ അവർക്ക് തിരിച്ചടക്കാൻ കഴിയാതാവുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് കൂടുന്നു. അതെന്താവുന്നു, അവരുടെ വർക്കിംഗ് ഒരു ബോണ്ടഡ് ലേബറിലോട്ടും അതുപോലെ തന്നെ നിർബന്ധിച്ച് ആ ഒരു ക്യാഷിന് അവരെ പണിയെടുപ്പിക്കുന്നു. അവർക്ക് തിരിച്ച് വേജൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ലാൻഡ് സീസ് ചെയ്തെടുക്കും, പിടിച്ചെടുക്കും, അല്ലെങ്കിൽ അവർ പണിഷ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസും പ്രോബ്ലംസും ആര് ഫേസ് ചെയ്യുന്നുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് പുവർ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഇവർക്ക് എന്തില്ല, നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ല. ഗവൺമെൻറ് ഒരുപാട് സ്കീമുകളൊക്കെ ഉണ്ട് ഫുഡെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ, പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് എത്തുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഹെൽത്ത് ഫുഡ് അവർക്ക് കിട്ടുന്നില്ല, അതും അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ദി പ്രാക്ടീസ് ഓഫ് ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ് വിച്ച് ട്രഡീഷണലി പ്രൊവൈഡഡ് വിത്ത് ദം ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് ഹാസ് ബീൻ എഫക്റ്റഡ് ബൈ ലോസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ്. അതായത് അവരെന്താണ്, ഹണ്ടിങ്ങും ഗ്യാദറിങ്ങും ഒക്കെ നടത്തിയത് കൊണ്ട് തന്നെ അവരുടെ ലാൻഡൊക്കെ അവർക്ക് നഷ്ടമാവുന്നുണ്ട്, ഫോറസ്റ്റ് ലാൻഡുകൾ. അതും അവർക്ക് എന്തിന് കാരണം, ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് ഇല്ലാത്ത അവസ്ഥയിലോട്ട് അവരെ എത്തിക്കുന്നുണ്ട്. ലാസ്റ്റ് പ്രോബ്ലം ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്ക് കൂട്ടിയിട്ട് എഴുതാം. ഇത് നമ്മൾ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തു എന്നുള്ളൂ. ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത പ്രോബ്ലംസ് യു ക്യാൻ എലാബറേറ്റ്, നിങ്ങൾക്ക് അത് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം. ബീങ് ഫോഴ്സ്ഡ് ടു മൂവ്, അതായത് ഒരു സ്ഥലത്ത് നിന്നും അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നു, നിർബന്ധിക്കുന്നു. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഹാവ് ഫേസ്ഡ് പ്രോബ്ലം ബീങ് ഡിസ്പ്ലേസ്ഡ് വെൻ എ പ്രൊജക്ട് ലൈക്ക് ഫാക്ടറീസ്, പവർ പ്ലാന്റ്, ഡാംസ്, ഇങ്ങനെയുള്ള പുതിയ ഫാക്ടറീസ് വരുമ്പോൾ, ഡാം വരുമ്പോൾ, പിന്നെ പവർ പ്ലാന്റുകൾ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നു. അത് അവർ നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം എന്തുകൊണ്ടാണ്, അവർ ആ ട്രഡീഷണാലിറ്റിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിങ് അങ്ങനെയൊക്കെ കൊണ്ട് നടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ മൂവ് ചെയ്യിപ്പിക്കേണ്ട, ഫോഴ്സ് ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അതെന്താണ്, അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നു. ഓക്കെ, സോ ഇത് അവരുടെ ഒരു പ്രശ്നമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് നോക്കി, ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ പ്രോബ്ലംസും നോക്കി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 32nd ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് 150 മുതൽ 200 വേർഡ്സ് വരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് എഴുതേണ്ടത്. അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് സൊസൈറ്റി. ഗ്രൂപ്പും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ, ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാം. ഗ്രൂപ്പും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. കൂടാതെ ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ ആണോ? ഇത്രയും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ച് വെക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ എന്താണ്, ഗ്രൂപ്പും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ളതും ഇപ്പോൾ നമ്മൾ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞതും നിങ്ങൾ ഇതേ പേജിൽ തന്നെ, ഈ ബുക്കിൻ്റെ തൊട്ടടുത്ത പേജിൽ തന്നെ കാണുന്നതാണ്. സോ എന്ത് ചെയ്യാം, നിങ്ങൾ അതും കൂടി നോക്കിയിട്ട് പോകണം. നമുക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത് പോസിബിൾ അല്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻസ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് പറയുക എന്നുള്ളത് പോസിബിൾ അല്ല. എഫക്റ്റീവായിട്ടുള്ള ഒരു വേ ആയിട്ട് നമുക്കതിന് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ നിങ്ങൾ സൊസൈറ്റിയും ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിറ്റീൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. ക്ലിയർ? അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എ കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു കളക്ഷൻ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
അതായത് പല പല ആളുകൾ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്നാണ്, പല ആളുകൾ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്നാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ക്രിയേഷൻ ആണ്. ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ? ആണോ? ആണ്. പല പല ഗ്രൂപ്പുകൾ നമ്മൾ ഫോം ചെയ്യാണ്ട്, സ്കൂളിൽ ഗ്രൂപ്പ് ഫോം ചെയ്യാണ്ട്, ഇപ്പോൾ വാട്സപ്പിലാണ് മെയിനായിട്ട് ഗ്രൂപ്പ് അല്ലേ? വാട്സപ്പ് ഗ്രൂപ്പ് അല്ല, അല്ലാതെ നമ്മൾ സൊസൈറ്റി, നമ്മുടെ നാട്ടിൽ ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകൾ എന്തെന്നുണ്ട് കാണാൻ സാധിക്കും. ക്ലബ്ബ് രീതിയിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ അത് സ്വയം ക്രിയേറ്റ് ആവുന്നതല്ല. മനസ്സിലായോ? അതാണ് ഗ്രൂപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അതൊരു ഓർഗനൈസ്ഡ് ഫോമാണ്. ആ ഗ്രൂപ്പിന് എന്തുണ്ടായിരിക്കും? ഒരാളുണ്ടായിരിക്കും. ആ ആളായിരിക്കും കാര്യങ്ങൾ നോക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനത്തിലുള്ളതാണെങ്കിൽ സെക്രട്ടറി, കൺവീനർ, ട്രഷറർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് വേയിലായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ മേ ബി ടെമ്പററി, ചിലപ്പോൾ ആ ഗ്രൂപ്പ് ടെമ്പററി ആയിരിക്കാം. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്, സ്പോർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് ടെമ്പററി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണോ? നിങ്ങൾ ഇപ്പോൾ 10th എത്തുമ്പോഴുള്ള ഗ്രൂപ്പായിരിക്കോ നിങ്ങൾക്ക് 9th എത്തുമ്പോഴുള്ള ഗ്രൂപ്പായിരിക്കും നിങ്ങൾക്ക് 10th ഉണ്ടാകുന്നത്? അല്ല, അതെന്തായിരിക്കും? ടെമ്പററി ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഗ്രൂപ്പ് എന്നൊരു എക്സാമ്പിളിന് പറഞ്ഞുകൊണ്ട്, അത് മാത്രമല്ല സൊസൈറ്റിയിലുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ബി ഫീലിംഗ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആർട്സിന് ഗ്രൂപ്പ് ഇതാക്കണമെങ്കിൽ നമ്മൾ ജയിക്കണം, നമ്മുടെ ഗ്രൂപ്പ്, നമ്മളൊപ്പമുള്ള ആളുകൾ, ആ ഒരു ഫീലിംഗ്, ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ലേ? അതാണ് എന്ത്, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ്? കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്, ആർട്ടിഫിഷ്യൽ ക്രിയേഷന്, ഓർഗനൈസ്ഡ്, മേ ബി ടെമ്പററി ആൻഡ് ഫീലിംഗ്. 5 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്, കാരണം നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് സൊസൈറ്റീൻ്റെത് നോക്കണം. സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയും ഗ്രൂപ്പും രണ്ടും ഡിഫറെൻ്റ് അല്ലേ? ഗ്രൂപ്പ് എന്താ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കണ്ട് കുറച്ച് ആളുകളെ കൂട്ടുന്നത്. സൊസൈറ്റി എന്താ? നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുക. അവിടെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ആളുകൾ ഉണ്ടാവും. പല ഗ്രൂപ്പുകൾ കൂടിയതായിരിക്കും, പല കമ്മ്യൂണിറ്റീസ് കൂടിയതായിരിക്കും എന്തെന്ന് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സൊസൈറ്റി എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഓക്കെ. സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ്, അവിടെ എന്തുണ്ടാവും? ഒരു സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആളുകൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും ആ ഒരു സൊസൈറ്റിയിൽ. സ്പോണ്ടേനിയസ് ആൻഡ് നാച്ചുറൽ ഗ്രോത്ത്, അതായത് അത് തനിയെ ഉണ്ടാവുന്നതാണ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതല്ല ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അത് തനിയെ എന്താണ്? നാച്ചുറലായിട്ട് ഉണ്ടാവുന്നത്, സ്പോണ്ടേനിയസ് ആണ്, പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. പിന്നെ ഇത് പെർമനൻ്റ് ആണ്. ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. നാളെ നമ്മൾ വേറെ സൊസൈറ്റി ആക്കി മാറ്റുമോ? ഇല്ല. നമ്മളെല്ലാവരും ഒരു സൊസൈറ്റിയിലുള്ള ആളുകളാണ്. ആണല്ലോ? നമ്മളെല്ലാവരും ഒരു സൊസൈറ്റിയിലുള്ള ആളുകളാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ തനിയെ ഉണ്ടായി വന്നതല്ലേ? നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ് അല്ലല്ലോ. ഗ്രൂപ്പ് എന്താണ്? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് സ്പോണ്ടേനിയസ് ആണോ? അല്ല. ഓക്കെ. ഇനി സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, നമുക്ക് നമ്മളത് എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള ഒരു ഇത് അവിടെ ഉണ്ടാവും. ഒരു ബിലോങ്ങിങ്നെസ് ഉണ്ടാവും, ഒരു ഒത്തുചേർന്ന് നിൽക്കുന്നത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ലൂസ് ഓഫ് കളക്ഷൻ ഓഫ് ഗ്രൂപ്പ്സ്, പല പല ഗ്രൂപ്പുകൾ കൂടിയതാണ് എന്ത് എന്ന് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ച് കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീസ്, പല പല ആളുകൾ ഉള്ളതിനെയാണ് നമ്മളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ പല പല ഗ്രൂപ്പുകൾ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഗ്രൂപ്പും സൊസൈറ്റിയും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എന്താ, ഒരു ടെറിട്ടോറിയൽ ബേസിസിലാണ്. ആണല്ലോ? ടെറിട്ടറി ഉണ്ടായിരിക്കും, പിന്നെ പല പല ആളുകൾ ഉള്ളതായിരിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റീൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയും കൂടിയും ടെക്സ്റ്റിൽ നോക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് 3 കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോഷ്യോളജി എന്ന് പറയുന്നത് ടേംസ് ബൈ ഹാർട്ട് ചെയ്യണം, അല്ലാതെ നമ്മൾ എന്തല്ല കൺസെപ്റ്റ് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്ത്, കോൺസെപ്റ്റ് ബൈ ഹാർട്ട് ചെയ്യരുത്, ടേംസ് മാത്രം ബൈ ഹാർട്ട് ചെയ്യുക. കോൺസെപ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചിട്ട് അത് നമ്മളുടെ വേ ഓഫ് റൈറ്റിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോർട്രേ ചെയ്യേണ്ടത്. നിങ്ങളുടെ എക്സാം പേപ്പറിൽ നിങ്ങളുടെ ഒരു വേ ഓഫ് റൈറ്റിംഗ്, നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്, അതാണ് എക്സാം പേപ്പറിൽ കാണേണ്ടത്. ക്ലിയർ ആണല്ലോ?
Okay, so we are moving to our next question. What are the features of primary group? Primary ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പ് ഈസ് എ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആൻഡ് റിലേഷൻഷിപ്പ് സച്ച് എസ് ഫാമിലി ഓർ ഇൻ എ സ്മോൾ വില്ലേജ്. അതായത് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയോ വില്ലേജോ ഒക്കെ ആണ് നമുക്കതിന് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ആദ്യം ഒരു ബേസിക് യൂണിറ്റ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ വില്ലേജ്, അവിടെ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ പ്രൈമറി ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്മോൾ സൈസ് ആയിരിക്കും. അതായത് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് ഫാമിലിയും അതുപോലെ തന്നെ സ്മോൾ വില്ലേജുകളുമാണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, അതൊരു സ്മോൾ സൈസിലായിരിക്കും. ഒരുപാട് നമ്പർ ഓഫ് പീപ്പിൾസ് ഒന്നും അവിടെ ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരെ അത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും? ഇല്ല, അത് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അതെന്താണ്, ദാറ്റ് ഈസ് എ സെക്കൻഡറി ഗ്രൂപ്പ് ആണല്ലോ. ഓക്കെ, അപ്പോൾ സ്മോൾ സൈസ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ അവിടെയുണ്ട്. ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ, ആളുകൾ തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ അവിടെ നടക്കും. ഫിസിക്കൽ പ്രോക്സിമിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അവിടെ ഉണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഇത് അവിടെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വി ഫീലിംഗ്, നമ്മൾ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ ആ ഒരു പ്രൈമറി ഗ്രൂപ്പിൽ കിട്ടും. സ്പോണ്ടേനിയസ് ഗ്രോത്ത് ആണ്, ഒറ്റക്ക് ഉണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന ഗ്രോത്ത് ആണ്. അല്ലാതെ നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതല്ല എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രൈമറി ഗ്രൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ പ്രോപ്പർ ഫോംസ് ഓഫ് ട്രഡീഷണൽ ഹിന്ദു മാരേജ്? അതായത് ട്രഡീഷണൽ ഹിന്ദു മാരേജ്, പ്രോപ്പറായിട്ടുള്ള ട്രഡീഷണൽ ഹിന്ദു മാരേജസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഇത് കുറച്ചും കൂടി കൂടുതലുള്ളൊരു ടോപ്പിക്കാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൈമറി ഗ്രൂപ്പിന്. അതുപോലെ ഈ പ്രൈമറി ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് സെക്കൻഡറി ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കാൻ മറക്കരുത്. കാരണം അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് പ്രൈമറി ഗ്രൂപ്പാണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് എന്തായിരിക്കും ചോദിക്കുക, സെക്കൻഡറി ഗ്രൂപ്പ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രൈമറി ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പ് നിങ്ങൾ പഠിക്കണം. കൂടാതെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഇവർക്ക് എന്തൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ നേരിടുന്നത്, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ തന്നെ ഡിസ്ക്രിമിനേഷനും നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് അറിയാവുന്ന, അത് വലിയ എന്തുണ്ടാവില്ല, ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ഇനി 34th ക്വസ്റ്റ്യൻ മുതലാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ 34th ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറയുന്നത് കുറച്ച് ഫാക്ട്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ എക്സ്ട്രാ നമ്മൾ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടായതുകൊണ്ടാണ് അത് നമ്മൾ നിങ്ങളോട് പറയുന്നത് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാതെ പോവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ 34th ക്വസ്റ്റ്യൻസും അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എക്സാമിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടാവാൻ പാടില്ല. എക്സാം ടെൻഷൻ അടിക്കാൻ ഉള്ളത് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.